ആരാണ് ബി.ജെ.പിയിലേക്ക് ചേർന്നത്? ഇന്ന് പ്രതിപക്ഷ നേതാവ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഒരാൾ പോലും മറ്റത്തൂരിൽ ഒരാൾ പോലും ബി.ജെ.പിയിൽ ചേർന്നിട്ടില്ല. നാളെയും ബി.ജെ.പിയിൽ ചേരില്ല, മറ്റന്നാളും ബി.ജെ.പിയിൽ ചേരില്ല. എല്ലാവരും അങ്ങനെ വാർത്ത കൊടുത്തിട്ട് കൃത്യമായി തെറ്റായി ആദ്യമായി ഒരാള് സത്യ വാർത്ത ബി.ജെ.പി രാജിവെച്ചോ? 8 പേര് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചോ? രാജിവെച്ചല്ലോ. ബി.ജെ.പി ഒരു മുന്നണി ഉണ്ടാക്കി അവിടെ. ആ മുന്നണിയുടെ 2 കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ജയിച്ചു. ആ മുന്നണിയിൽ ബി.ജെ.പി ഉണ്ടായിരുന്നോ? ഇല്ല, ഞങ്ങൾ മുന്നണി ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ മുന്നണി ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ എങ്ങനെയാ കിട്ടിയിട്ടുണ്ട്? എങ്ങനെ കിട്ടി? ഈ കത്ത് നിങ്ങൾ എഴുതിയത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നേരെ ഓപ്പോസിറ്റ് ഉള്ള വീട്ടിൽ പോയിരുന്നാണ് ഇത് എഴുതി ഒപ്പിട്ടത് അല്ല. എന്നിട്ട് മാധ്യമങ്ങൾക്ക് ഇത് പ്രചരിപ്പിച്ചു. എന്തിനാണെന്നറിയോ? ഞങ്ങളിത് നേരത്തെ കൊടുത്തു എന്ന് വരുത്തി തീർക്കണം. ഇല്ലെങ്കിൽ പിന്നെ DCC നേതൃത്വത്തിന് ഈ കത്ത് കിട്ടണ്ടേ? മാധ്യമങ്ങൾക്ക് നേരത്തെ ഞങ്ങൾ വിതരണം ചെയ്തില്ലല്ലോ. ഇത് ഏത് സോഴ്സിലൂടെ വന്നത്? ആ സോഴ്സിൽ അത് പറയാം. ബി.ജെ.പിയുടെ വാർഡ് മെമ്പർ അടക്കമുള്ളവരാണ് ഇത് പ്രചരിപ്പിച്ചു കൊടുത്തത് മാധ്യമങ്ങൾക്ക്. തലേ ദിവസം ഞാൻ പറഞ്ഞല്ലോ, അത് കൃത്യമായിട്ട് ഞാൻ പറയാം. തലേ ദിവസം KR ഔസേപ്പ് ഞങ്ങളോട് പറഞ്ഞു, DCC പ്രസിഡന്റ് നടപടിയെടുത്ത കത്തിടണോ, അതും ഇതിന്റെ ഭാഗമാണ്. അങ്ങനെ നടപടി എടുത്തിട്ടില്ല എന്ന് DCC പ്രസിഡന്റ് പറയണമെന്നും എന്ന് പറഞ്ഞു. അതിന് സമ്മർദ്ദം എന്ന് നൽകി ഞങ്ങൾ ബാക്കി 8 മെമ്പർമാരും, അതായത് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച 8 മെമ്പർമാരും ഔസേപ്പിന്റെ കൂടെയാണ് എന്ന് ഔസേപ്പിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ ഔസേപ്പിന്റെ പേരിൽ നടപടി പിൻവലിച്ചില്ലെങ്കിൽ ഞങ്ങളും പാർട്ടിയിൽ നിന്ന് രാജിവെക്കാൻ തയ്യാറാണ് എന്ന് ഔസേപ്പിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം എഴുതിയൊരു കത്താണത്. അല്ലാണ്ട് വേറെ അതിന് യാതൊരു ദുരുദ്ദേശവും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇത് ഗുരുതരമാണ്. കാര്യം നിങ്ങൾ അപ്പൊ കോൺഗ്രസ് ആയി നിന്ന് തന്നെയാണ് ഈ ഇവരുടെ പിന്തുണയിൽ ഇവർ ജയിച്ചതെന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് ബി.ജെ.പി അടക്കം പറയുന്നത് ഞങ്ങൾ ചെയ്തത് സ്വതന്ത്ര മെമ്പർമാർക്കാണ് ഞങ്ങൾ വോട്ട് ചെയ്തത്, അവർ ഓൾറെഡി രാജിവെച്ചെന്നാണ് ബി.ജെ.പി പറയുന്നത്. ഇപ്പൊ ചേട്ടൻ പറയുന്ന പോലെ ആണെങ്കിൽ നിങ്ങൾ കോൺഗ്രസ് ആയി നിന്ന് തന്നെ ബി.ജെ.പിയുടെ വോട്ടിൽ ജയിച്ചു. ഈ കത്ത് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ആകെ KR ഔസേപ്പിന് മാത്രമാണ് ഈ കത്ത് കൊടുത്തിട്ടുള്ളത്. കാരണം ഈ ഒപ്പിട്ട ഈ രാജിവെച്ച കത്ത് കൊടുത്തിട്ടുള്ളത് അത് KR ഔസേപ്പിൽ നിന്ന് ചോർന്ന് സ്വാഭാവികമായും അത് എല്ലാവർക്കും മാധ്യമങ്ങളിലൊക്കെ വന്നില്ലേ, ബി.ജെ.പിക്കാരേലും കിട്ടുമല്ലോ സ്വാഭാവികമായിട്ടും. അതിപ്പോ അവരേൽ മാത്രമല്ലോ. അല്ലല്ല, ഇനി പോട്ടെ. നിങ്ങൾ എപ്പോഴും കോൺഗ്രസ് ആണെന്ന് പറയുന്നത്. കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ് ആണോ? അതെ അതെ. ആണെങ്കിൽ ബി.ജെ.പി പിന്തുണ സ്വീകരിച്ചത് കൊണ്ട് അത് തെറ്റാണെന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ഒരു പൊതുവായ അവിടുത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികളും കൂടി പരിശോധിച്ച് അതിന് മറുപടി ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ സ്വീകരിച്ചു, ഇന്നലെ രാജിവെക്കാൻ നമ്മൾ DCC പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടില്ല. നമ്മൾ വളരെ മുന്നോട്ട് പോയി. ഇപ്പോൾ ഈ ആരോപണങ്ങൾക്കൊക്കെ ശേഷം നമ്മൾ അങ്ങനത്തെ ഒരു നിലപാട് സ്വീകരിച്ചാൽ നമുക്കുണ്ടാകാവുന്ന പ്രത്യാഘാതം എന്താണെന്ന് പഠിക്കാതെ നമുക്കൊരു മറുപടി പറയാൻ പറ്റില്ല.